മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിനെ മലർത്തിയടിക്കാൻ ഇടതുപക്ഷം പലതവണയും ലീഗിൽ നിന്ന് തന്നെ അണികളെ ഇറക്കിയിട്ടുണ്ട്. അതായത് ലീഗിന് തിരിച്ചടി നൽകാൻ ലീഗിന്റെ പറമ്പിൽ നിന്ന് തന്നെ വടിവെട്ടുന്നത് പോലെ. ഇത്തവണ പൊന്നാനിയിൽ ലീഗിനെ മലർത്തിയടിക്കുവാൻ ഇറക്കിയത് KS ഹംസയാണ്. KS ഹംസ വളരെ തന്ത്രപരമായാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടിരിക്കുന്നത്. പൊന്നാനിയിൽ സ്ഥിതി അത്ര ഗുണകരമല്ല എന്ന ബോധ്യവും ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് PK ഫിറോസിനെ മത്സരിപ്പിക്കണമെന്ന് യൂത്ത് ലീഗ് പല തവണ ആവശ്യപ്പെട്ട പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സമസ്ത അടക്കമുള്ള സംഘടനകൾ ലീഗിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ വോട്ടിൽ അടിയൊഴുക്കുണ്ടാകുവാൻ സാധ്യത ഏറെയാണെന്ന് ബോധ്യപ്പെട്ട ലീഗ് അവിടെ PK ഫിറോസിനെയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ മത്സരിപ്പിച്ചുകൊണ്ട് ഒരു പരീക്ഷണത്തിന് തയ്യാറാകാതെ ലീഗിന്റെ മുതിർന്ന ജനസമ്മതനായ ഒരു നേതാവിനെ മത്സരിപ്പിക്കണമെന്ന ഉറച്ച ബോധ്യത്തിന്റെ പുറത്ത് ET മുഹമ്മദ് ബഷീറിന് അത്ര ബലമില്ലാത്ത പൊന്നാനിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി മലപ്പുറത്തേക്കാക്കി മലപ്പുറത്തെ അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് KS ഹംസയ്ക്കെതിരെ പുതിയ തന്ത്രം മെനയാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലും KS ഹംസയുടെ ആത്മവിശ്വാസം ചെറുതല്ല. KS ഹംസ എല്ലാം വളരെ കൃത്യമായി നോക്കിക്കാണുന്നുണ്ട്. അതായത് പൊന്നാനിയിലെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ KS ഹംസ ഇടതുപക്ഷത്തോട് ചോദിച്ചു വാങ്ങുകയാണ് അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നം. അതെ, ഇടതുപക്ഷത്തിന്റെ ചിഹ്നത്തിലാണ് KS ഹംസ മത്സരിക്കുവാൻ പോകുന്നത്. അത് രാഷ്ട്രീയപരമായ വളരെ തന്ത്രപരമായ ഒരു നീക്കം തന്നെയാണ്. പൊന്നാനിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നവർക്ക് KS ഹംസ ഇടതുപക്ഷത്തിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് വലിയ സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്നതാണ്. അത് വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് KS ഹംസ. തന്ത്രപരമായ നീക്കം തന്നെയാണ് ഈ ചിഹ്നം മാറ്റിയുള്ള KS ഹംസയുടെ രീതി. രണ്ടാമതായി അദ്ദേഹം ഓരോ സംഘടനകളെയും എണ്ണി പറയുന്നുണ്ട്. ഹൈന്ദവ സംഘടനകൾ തനിക്ക് വോട്ട് നൽകും, സമസ്ത അടക്കമുള്ള സംഘടനകൾ തന്നോടൊപ്പം നിൽക്കും, ലീഗിൽ നിന്ന് വലിയ വിഭാഗം വോട്ട് തന്നിലേക്ക് വരും. അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി അത്തരത്തിൽ വളരെ വ്യക്തമായി ആറ്റിക്കുറുക്കിയാണ് KS ഹംസ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഈ ജനാധിപത്യ മതേതര ബോധമുള്ള പ്രബുദ്ധ ജനവിഭാഗങ്ങൾ പലരും എനിക്ക് വോട്ട് ചെയ്യും. ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. അത് ലീഗിൽ നിന്നായിരുന്നാലും ലീഗ് അല്ലാത്ത സംഘടനകളിൽ നിന്നും വോട്ട് ലഭിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വോട്ട് ചോർച്ചയെ ലക്ഷ്യമാക്കിയ അല്ല മത്സരിക്കുന്നത്. മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ പുരസ്കരിച്ചാണ് മത്സരം. ആ പ്രമേയം ഉൾക്കൊള്ളാൻ കഴിയുന്നവരുടെ വോട്ടൊക്കെ എനിക്ക് കിട്ടും. അങ്ങനെ ഒരു മാറ്റത്തിന് പൊന്നാനി ദാഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ആ സ്പേസാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. സമസ്തയുടെ ഉണ്ട്, മുജാഹിദ് വിഭാഗങ്ങളുടെ ഉണ്ട്, ഹൈന്ദവ സംഘടനകളുടെ ഉണ്ട്, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉണ്ട്. എല്ലാവരുടെ വോട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ മത്സരിക്കുന്നത്. നിലവിലെ MP ET മണ്ഡലത്തെ കാര്യമായി പരിഗണിച്ചില്ലെന്ന് ആക്ഷേപമുണ്ടോ? എങ്ങനെയാണ് നിലവിലെ MPയുടെ പ്രകടനത്തെ? അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. ഞാനിപ്പോൾ പുതിയ ഒരു സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുമ്പോൾ ഇന്നു മുതലേക്കുള്ള കാര്യങ്ങളെ എനിക്ക് പ്രസക്തമാകുന്നുള്ളൂ. മണ്ഡലം ഇവിടുത്തെ ഇടത് ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. ഞാൻ അതിന് പ്രതീകം മാത്രമാണ്. ബഹുഭൂരിപക്ഷത്തോടുകൂടി പിടിച്ചെടുക്കും. കഴിഞ്ഞ തവണ അനുബന്ധ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പേയ്മെന്റ് സീറ്റ് അത് പാർട്ടി ചിഹ്നോടി ലഭിച്ചിരിക്കുന്നത്? ആ ആരോപണത്തിനോട് താല്പര്യം? അത്തരം ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ല. ഞാൻ ഒരു സംഘടനയുടെ ശാഖയിലെ പ്രസിഡന്റ് സെക്രട്ടറി, പഞ്ചായത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി, മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി, ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, സംസ്ഥാന ലീഗിന്റെ സെക്രട്ടറി, സംസ്ഥാന ലീഗിന്റെ ആദ്യത്തെ ചരിത്രത്തിലെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി. ഈ പോസ്റ്റുകളിലൂടെ കടന്നു വന്ന ഒരാൾക്ക് അങ്ങനെ പോകേണ്ട ഒരു ഗതികേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിക്കാരനാണ് ഞാൻ, രാഷ്ട്രീയക്കാരനാണ് ഞാൻ. ചുരുക്കി പറഞ്ഞാൽ KS ഹംസയെ അത്ര ചെറിയ ഒരു സ്ഥാനാർത്ഥിയായി കാണേണ്ടതില്ല. താഴെ തട്ടിലുള്ള പ്രവർത്തകരെയും മുസ്ലിം സമുദായത്തിനിടയ്ക്ക് കൃത്യമായ വേരുമുള്ള ഒരു വ്യക്തി തന്നെയാണ് KS ഹംസ. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിൽ നിന്നൊരു ഒഴുക്ക് തന്നിലേക്കുണ്ടാകും, തനിക്ക് വോട്ട് ലഭ്യമാകും എന്ന് ആത്മവിശ്വാസത്തോടുകൂടി KS ഹംസ പറയുന്നത്. ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരായി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിലായിരുന്നു KS ഹംസയെ ലീഗിൽ നിന്ന് പുറത്താക്കിയത്. ലീഗിൽ നിന്ന് ഇതിനു മുമ്പും നിരവധി പേരെ പുറത്താക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ്
KS ഹംസ. പുറത്താക്കിയവരെയെല്ലാം അടുത്തടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ലീഗിന് എതിർകക്ഷിയായി മത്സരിപ്പിച്ചിട്ടുണ്ട് ഇടതുപക്ഷം. KS ഹംസയും അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് LDF. ഈ തെരഞ്ഞെടുപ്പ് പൊന്നാനിയിൽ ആത്മവിശ്വാസക്കുറവുള്ള ലീഗിന്, സ്ഥാനാർത്ഥിയെ മാറ്റി പ്രയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് വന്ന ലീഗിന് KS ഹംസയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി, തന്ത്രപരമായ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിന്റെ ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കുവാൻ സാധ്യത ഏറെയാണെന്ന ബോധ്യമുള്ള സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ മലർത്തിയടിക്കുവാൻ ചെറുപ്പക്കാരായ ലീഗുകാരെ കൊണ്ട് കഴിയില്ല എന്ന തോന്നലിന് പുറത്ത് അബ്ദുൾ സമദ് സമദാനിയെ പോലെ ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖത്തെ മത്സര രംഗത്തേക്ക് ഇറക്കി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ലീഗ്. പൊന്നാനി പഴയ പോലെ അത്ര എളുപ്പത്തിൽ ഏണിയിലൂടെ കടന്നു കയറി വിജയിച്ചു വരുവാൻ ലീഗിന് സാധിക്കില്ല എന്നൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നു ലീഗിന്. അതുകൊണ്ട് തന്നെയാകണം ലീഗ് വലിയ കാലതാമസം എടുത്ത് ചർച്ചകൾ നടത്തി KS ഹംസയ്ക്കെതിരായി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണമെന്ന ഉറച്ച തീരുമാനത്തിന്റെ പുറത്ത് അബ്ദുൾ സമദ് സമദാനിയിലേക്ക് എത്തിയത്. ലീഗിനും ഇത് ശ്വാസം മുട്ടിക്കുന്ന ഒരു പോരാട്ടം തന്നെയാകുവാൻ സാധ്യത ഏറെയാണ്. പഴയതുപോലെ കോണി കാണുമ്പോൾ കുത്തുന്ന വോട്ടർമാരുടെ എണ്ണം അത്രമേൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് KS ഹംസയെ കടത്തിയൊട്ടുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായാണ് അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിൽ ലീഗ് ഇറക്കുവാൻ പോകുന്നത്.